എന്തൊക്കെ ഷോ ആയിരുന്നു. ആദർശേട്ടൻ എന്നെ വിശ്വാസമാണ്. ആദർശേട്ടൻ ഞാനില്ലെങ്കിൽ ജീവിക്കില്ല. എന്നിട്ടിപ്പോ എന്തായി? അവൻ തന്നെ പറഞ്ഞു വിട്ടില്ലേ? അതെ, ഞങ്ങളുടെ തെറ്റാ. വിവാഹാലോചന വന്നപ്പോ ബാക്കിയെല്ലാം നോക്കി. പക്ഷേ പയ്യന് മനസാക്ഷി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റിയില്ല. ചിരിച്ച് സംസാരിക്കുകയും മാന്യമായി ഇടപഴകുകയും ചെയ്തപ്പോ അവന് മനസാക്ഷിയും അന്തസ്സും ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാ. വേണ്ട പിന്നെ, നമ്മൾ ഇവര് പറയുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. നാളെ ഒരിക്കലും എല്ലാം മറന്ന് ആദർശും മീരയും ഒന്നിക്കേണ്ടവർ തന്നെയാ. അതങ്ങളുടെ വെറും തോന്നലാ. ആദർശ് മീരയെ എന്നേക്കുമായി ഒഴിവാക്കാനാ നോക്കുന്നേ. അല്ലെങ്കിൽ തന്നെ അതിന് ആദർശിനെ തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലും ആദർശിന് ചേർന്ന പെൺകുട്ടിയല്ല മീര. ആദർശും മീരയും തമ്മിലുള്ള വിവാഹം ഞങ്ങളുടെ അമ്മയ്ക്ക് പറ്റിയ ഒരബദ്ധം മാത്രമാണ്. അത് തിരിച്ചറിഞ്ഞപ്പോ ആദർശ് തിരുത്തുന്നു, അത്രേ ഉള്ളൂ. എത്ര നിസ്സാരമായിട്ട് അഭിരാമി പറയുന്നേ. നശിക്കുന്നത് എന്റെ മകളുടെ ജീവിതമാണ്. അഭിരാമി അവളെ പോലൊരു പെൺകുട്ടിയല്ലേ. നിനക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിന്റെ ആവശ്യമില്ല അങ്കിൾ. കാരണം ഞാൻ മീരയല്ല.